മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വിഷു മേക്കപ്പ് ലുക്കുമായിട്ടാണ് കേട്ടോ. വന്ന് ഞാൻ വീടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. വല്ല കാര്യത്തിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊന്നപ്പോക്ക് നല്ല അടിപൊളിയായിട്ട് തൂക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എന്നെ ചതിച്ചു ഗായ്സ്. കറണ്ടില്ല, ഒട്ടും വലിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ കരുതിയാൽ തൂക്കിയ കൊന്നപ്പോ കൈ പിടിച്ചിട്ടൊരു ഇൻട്രോ എടുക്കാന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ് വലിയ സമയം കളയുന്നില്ല, നമുക്ക് നേരെ മേക്കപ്പ് ലുക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ, കോണ്ടറിങ് ബ്ലഷ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വിഷുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന്റെ മേക്കപ്പ് ലുക്ക് ഇട്ടപ്പോൾ എന്നോട് 2-3 പേര് പറഞ്ഞു, ചേച്ചി ഫൗണ്ടേഷൻ ഇല്ല, ബ്ലഷ് ഇല്ല, അതൊന്നും ഇല്ലാത്തൊരു മേക്കപ്പ് ലുക്ക് കാണിക്കും ഇതുപോലെ വിഷുവിന് ഓണത്തിനൊക്കെ റെഡി ആവാൻ എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു പൗച്ചിലിട്ട് കൊണ്ടുവച്ചതാണ്, കാരണം ഓരോന്നും അവിടെ ഇവിടെ വെച്ച് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസർ ക്രീമാണ്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. എൻ്റെ ഫേസ് നല്ല കട്ട ഓയിലിയാണ്, എന്ത് തേച്ചാലും നല്ല ഓയിലി ആയിട്ടിരിക്കും. പക്ഷേങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്, കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്നില്ല, എന്നാൽ നല്ല മോയ്സ്ചറായിട്ട് ഫേസ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഒന്നുമല്ല, BB ക്രീമാണ്, പോൺസിൻ്റെ BB ക്രീം. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം മുതലേ BB ക്രീം യൂസ് ചെയ്യാറുണ്ട്. അത് പോൺസിൻ്റെ ഉണ്ട്, വേറെ ഒന്നിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഫെയർ ആൻഡ് ലവ്ലിൻ്റെ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. നമ്മൾ ഫൗണ്ടേഷനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീമാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ളൊരു കവറിങ് തരുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടൊരു കവറിങ് ഉണ്ട്, ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് BB ക്രീം ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ ഡെയിലി പുറത്ത് പോകുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ BB ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ നോർമൽ പൗഡറും കൊണ്ടാണ് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കോമ്പാക്ട് പൗഡറൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അലർജിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഹൈബ്രോസ് ആണെന്ന് എഴുതി കൊടുക്കുന്നത്. ഇത് ഞാൻ നിലമ്പൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, അങ്ങനെ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല. അതിലൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഹൈബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഹൈബ്രോ പെൻസിലുകൊണ്ട് എഴുതാൻ അറിയത്തില്ല, ഇത് യൂസ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഐബ്രോസ് ഇരിക്കുന്നത്. രണ്ടും നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്വന്തം സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1 ഇയർ ആയി കണ്ടു ഞാൻ അത് വാങ്ങിയിട്ട്. അപ്പോൾ ഇതിലൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോണിലാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ 2 കണ്ണിലും അതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഗോൾഡൻ ടച്ച് അല്ലേ നമ്മൾ ഇതിനൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ യൂസ് ചെയ്തത്. അതിനുശേഷം അതിലൊരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോണിൽ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും. ഈ ഓറഞ്ചും യെല്ലോവും കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. എനിക്ക് പേഴ്സണലി ഇങ്ങനെ എഴുതുന്ന ഐഷാഡോ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ലൈറ്റായിട്ടാണ്, സിമ്പിൾ ഐഷാഡോ ലുക്കാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് നേരെ കണ്ണെഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ണെഴുതാൻ തുടങ്ങി അന്ന് മുതലേ ഡാസ്ലറിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ 2 കണ്ണ് നല്ലപോലെ വാലിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പൊട്ടിട്ട് കൊടുക്കുകയാണ്, കാരണം നമുക്ക് ഇങ്ങനത്തെ ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ പൊട്ട് എന്ന് പറഞ്ഞ സംഭവം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റല്ലേ. അപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് കളർ ആയിട്ടുള്ള റെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ ഇടണമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ റെഡ് ഇട്ട് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലഷ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ബ്ലഷ് ഇടാറുള്ളത്. നല്ല ഭംഗിയായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല, നല്ല നാച്ചുറൽ ലുക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ലിപ്പ് ലൈനർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ടാണ് ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നത്, ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ മെബലൈൻ്റെ ഒരു ന്യൂഡ് ന്യൂൻസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ കൂടെ ഞാൻ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞാൽ മെബലൈൻ്റെ ഷെയ്ഡ് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ന്യൂഡ് റെഡ് കളറായിട്ടിരിക്കും. റെഡ് മാത്രം ഇട്ടാൽ അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല, എൻ്റെ ഫേസ് ഒന്ന് ഇരുണ്ട പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ട്രാൻസ്ഫോർമേഷൻ ലുക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ധാവണി എടുത്ത് വന്നിരിക്കുകയാണ്, എങ്ങനെയുണ്ട്, കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചിയാണ് കേട്ടോ ഉടുപ്പിച്ച് തന്നിട്ടുള്ളത്. എനിക്ക് ധാവണി എടുക്കാനൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഹെയർ വളരെ സിമ്പിളായിട്ടാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഹെയർ കട്ട് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു സെക്ഷൻ എടുത്ത് പുറകിലേക്ക് ഒന്ന് ക്രാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സെക്ഷൻ ഫ്രണ്ടിൽ ഇങ്ങനെ അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ നെറ്റുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ ഹെയർ കട്ട് ചെയ്തിരുന്നാൽ നന്നായിട്ടിരിക്കും. നമ്മൾ നെറ്റ് വളരെ കുറവായി തോന്നിപ്പിക്കും കേട്ടോ. അപ്പം ഞാൻ മുല്ലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ട് ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല പൊന്തിരിക്കും കേട്ടോ നമ്മളെ മുല്ലപ്പ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പം നമുക്ക്
നമുക്ക് നേരെ കമ്മലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 5-6 മാസം മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടൊരു കമ്മലായിരുന്നു. നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നി. പക്ഷെങ്കിൽ ഇന്ന് ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നെക്ക് പീസ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും വലിയ കമ്മലൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ടിരിക്കും ഫേസ്. പിന്നെ നമുക്ക് നേരെ കുപ്പിവള ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കുപ്പിവളയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഉപകാരം കിട്ടിയത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വളയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിങ്ങനെ ട്രഡീഷണൽ വെയർ ഒക്കെ ഇടുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു രസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വല്ലപ്പോഴും അല്ലേ പെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊന്നുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ.